അദ്ദേഹം ഇത്ര ദിവസം സാധാരണ എല്ലാ വിഷയങ്ങൾക്കും സർക്കാരിനെയും CPM-നെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും കുറച്ച് ദിവസമായിട്ട് ചില കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് പറഞ്ഞു. ഇന്നലെ രാവിലെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് മുഖ്യമന്ത്രിയോടോ CPM-നോടോ പ്രത്യേക ഒരു പ്രതിബദ്ധതയില്ല, ഇനി ഞാൻ സ്വതന്ത്രനാണെന്ന് പറഞ്ഞു. പക്ഷെ വൈകുന്നേരം വന്ന് പറയുന്നത് എന്നെ വെടിവെച്ച് കൊന്നാലും മുഖ്യമന്ത്രിക്കെതിരെ പറയില്ല എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തെ പിന്നെ ആരെങ്കിലും ബന്ധപ്പെട്ട് ആ രീതിയിൽ പറയിപ്പിച്ചതാവാൻ സാധ്യതയുണ്ടോ? എന്നെ വെടിവെച്ച് കൊന്നാലും മുഖ്യമന്ത്രിക്കെതിരെ അപ്പൊ ആരോ വെടിവെക്കെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് മാറിയതാവും. മനുഷ്യന് ജീവനപ്പേടി ഉണ്ടാവില്ലെന്ന്. ജീവനപ്പേടി എന്നപ്പോ നമുക്ക് തടുക്കാൻ കഴിയില്ലല്ലോ. ഈ LDF-നെതിരെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ പറഞ്ഞു തുടങ്ങിയ ഒരു ഘട്ടം, ആ സമയത്തൊക്കെ KT ജലീലിന്റെ ഒരു പിന്തുണ ലഭിച്ചിരുന്നു. ഇതെന്താ അറിയോ മാഷേ, നമ്മള് ഇത് ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഈ വിഷയത്തിൽ ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഒരു മനുഷ്യന്റെയും പിന്തുണ ഞാൻ തേടിയിട്ടില്ല, ഒരു മനുഷ്യന്റെയും. ഞാൻ ഈ വിഷയം കേരളത്തിലെ സഖാക്കളുടെ ഇടയിലേക്കും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഇടയിലേക്കുമാണ് ഞാൻ ഉയർത്തിയത്. ഇന്നും ഞാൻ ആ വിഷയത്തിൽ അതിൽ നമ്മളെ സഹായിക്കുന്നവരാരാ? സാധാരണക്കാരായ മിഡിൽ ക്ലാസ്സായ മനുഷ്യരാണ്. ഇവിടെ എൻ്റെ യോഗങ്ങളിലേക്ക് വരാൻ നിലമ്പൂരിൽ അതിൻ്റെ ഇരട്ടി ആളുകൾ ഉണ്ടാവുമായിരുന്നു. പക്ഷെ അതിലേക്ക് ആളുകൾക്ക് വരാൻ കഴിയില്ല. കാരണം അവർ റേഷൻ കാർഡ് പുതുക്കാൻ നിൽക്കുകയാണ്, അവർ ഈ ലൈഫ് പദ്ധതിയിൽ ഒരു വീട് കിട്ടാൻ നിൽക്കുകയാണ്, കുട്ടികൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ വിദ്യാഭ്യാസ സഹായം കിട്ടാൻ കാത്തിരിക്കുകയാണ്. വേറെ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഇവരെയൊക്കെ കണ്ണുരുട്ടി ഇവരെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവർക്കൊന്നും ആ മറ കടന്ന് വരാനുള്ള ശേഷി ഈ സാധുക്കൾക്കില്ല. പലരോടും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വരണ്ടെന്നാ. ഈ ഒരു ജാഥയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിൽ വന്നിട്ട് അവർക്ക് കിട്ടാവുന്ന ഒരു വീട് പോയാൽ ഞാൻ എത്രാക്ക് വീട് ഉണ്ടാക്കി കൊടുക്കും? എത്രാക്ക് എനിക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും? നമ്മൾ അവർക്ക് റേഷൻ കാർഡ് ഉണ്ടാവാനും വീടുണ്ടാവാനും അവർക്ക് സമാധാനമായി വീട്ടിൽ കിടന്നുറങ്ങാനുമുള്ള പോരാട്ടമാണ്. അപ്പോൾ ആ പോരാട്ടത്തിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ കൂടെ വന്ന് ഇവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവരോട് വരണ്ടെന്ന് ഞാൻ പറയുന്നത്. പിന്തുണയായിട്ട് വരുന്ന നിരന്തര ഐക്യമാണെങ്കിലും സ്വാഭാവികമായിട്ടാണെങ്കിൽ ഇപ്പോൾ KT ജലീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് അവരെ പിന്മാറ്റാൻ വേണ്ടിയിട്ട് പൊതു സമപാർട്ടിയുടെ ഭാഗത്തുണ്ടോ? ആയിഷാത്ത ഇതിലെ പോകുമ്പോൾ ഇവിടെ കയറിയതാണ്. പാപ്പു വെള്ളിപ്പറമ്പ് എന്നെ നേരിട്ട് വന്ന് കണ്ടിട്ട് എനിക്ക് പിന്തുണ അറിയിക്കാൻ വന്ന. ആയിഷാത്ത പോകുന്ന വഴി ഞാൻ എൻ്റെ മോനെ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറയാൻ വന്നതാ. എൻ്റെ വീട്ടിലുള്ള വന്ന് അതിനൊക്കെ എങ്ങനെയും മാറ്റി പറയിച്ചൂടെ? 90 വയസ്സായി, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ജീവിത പ്രശ്നങ്ങളുണ്ട്. നിലമ്പൂരിൽ അവർക്ക് ചുറ്റുപാടുമുള്ളത് ഈ പറയുന്ന ആളുകളാണ്. സ്വാഭാവികമല്ലേ, അതൊക്കെ അതിന്റെ വഴിക്ക് പോകും. എന്നാലും അവരുടെ മനസ്സ് എവിടെയാണെന്നുള്ളത് കേരളത്തിൽ ജനങ്ങൾക്കറിയാലോ. അത്രയും നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ മനുഷ്യന്റെ മനസ്സ് നമ്മളെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ശാരീരികമായി പലർക്കും ഒന്നും നിൽക്കാനുള്ള ശേഷിയില്ല. അവർ ഈ പറഞ്ഞ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തി ഈ പറയുന്ന റേഷൻ കാർഡ് മുടക്കുന്ന ആ ഒരു പ്രവർത്തനം അല്ലാതെ വേറെ എന്തെങ്കിലും നടത്താനുണ്ടോ? നടക്കട്ടെ. നിലവാരമില്ലാത്ത ചോദ്യങ്ങൾക്ക് എന്നോട് മറുപടി പറയുന്നതാണ്. അത് അത്രമാത്രം നിലവാരമില്ലാത്ത പ്രസ്താവനയായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. ഏത് പ്രസ്താവന? ആവശ്യമെങ്കിൽ റിയാസിനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി ഒഴിയട്ടെ. റിയാസിന് അതിലേക്ക് കൊണ്ടുവന്നത് ജനം ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒപ്പര ഇല്ലെങ്കിൽ ഒരു സാധു മനുഷ്യനാണ്, സൗമ്യനായുള്ളൊരു മനുഷ്യനാണ്. അപ്പൊ അതൊരു സൗമ്യതക്കുറവ് തോന്നിയിട്ടാണ് അവന്റെ പറച്ചില്. അങ്ങനെ കണ്ടാൽ മതി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിപ്പോ ഇങ്ങനെ ഈ PR ഏജൻസിക്ക് കത്ത് പോയി, ഇല്ലെങ്കിൽ തിരുത്താൻ ആവശ്യമില്ല, അധികം ചേർക്കാനുള്ള ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി പോയി എന്നാണതോ മുഖ്യമന്ത്രി ഓഫീസിലെ ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അല്ല, രണ്ട് ഉത്തരവാണ് എന്നുള്ളത്. മുഖ്യമന്ത്രിയുടെ അറിവോടെ പോയിട്ടില്ലായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിന്റെ പേരിൽ എന്താ അദ്ദേഹം നടപടി എടുക്കായിരുന്നു? ഇത് ചെറിയ കാര്യമില്ലല്ലോ. അങ്ങനെ നടപടി എടുത്തിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെ അല്ല എന്ന്. അങ്ങനെ ഒരു നടപടിയും ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ എന്താ മനസ്സിലാക്കേണ്ടത്? മുഖ്യമന്ത്രിയുടെ അറിവോടെയും നിർദ്ദേശപ്രകാരവുമാണ് ഈ കാര്യം നടന്നതെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഒരു കോമൺ സെൻസിൽ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ.